ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗോതമ്പ് ദോശയുടെ റെസിപ്പി നോക്കാം. ഈ ഗോതമ്പ് ദോശ എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും കഴിക്കാൻ നല്ല മടിയാണ്. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ, എന്തായാലും ഇഷ്ടമാവും. പിന്നെ ഇതിൻ്റെ മുൻപ് നമ്മൾ വേറൊരു ഗോതമ്പ് ദോശയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് പേര് കണ്ടിട്ട് നല്ലൊരു ഫീഡ്ബാക്ക് തന്നിട്ടുള്ള റെസിപ്പിയാണ്. അത് ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോളൂ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇതും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഒരു ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് മിക്സിയുടെ ജാറിലാണ്. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കിയെടുക്കുന്ന ഗോതമ്പ് ദോശയുടെ ആ ഒരു മെത്തേഡിലല്ല കേട്ടോ ചെയ്യണത്. ഈ ഗോതമ്പ് പൊടിയുടെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടി ആഡ് ചെയ്യും. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് അരച്ചെടുത്തിട്ടാണ് നമ്മൾ ഇതിനായിട്ടുള്ള മാവ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ദോശയ്ക്ക് കിട്ടുക. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. അപ്പോൾ ഒരു 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു ചെറിയ സവാള അരിഞ്ഞിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. ഒരുപാടൊന്നും വേണ്ട, ഒരു 4-5 ടേബിൾ സ്പൂൺ അത്രയാണ് ആവശ്യമുള്ളൂ. അപ്പോൾ അതുപോലെ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടാനൊക്കെ എളുപ്പമായിരിക്കും. പിന്നെ നമ്മളിതിൽ ചേർക്കുന്നത് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. അപ്പോൾ നമുക്ക് എത്രയാണോ പച്ചമുളക് വേണ്ടത് വെച്ചാൽ 1-2 എത്ര വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളകിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം. ഞാനിപ്പോൾ പക്ഷേ മുളക് പൊടി ചേർത്ത് കൊടുക്കണില്ല, പച്ചമുളക് മാത്രമാണ് എരിവിനായിട്ട് എടുത്തിട്ടുള്ളൂ. ഇനി അടുത്തായിട്ട് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് നാളികേരമാണ്. അപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ വരെ നാളികേരം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയും കറിവേപ്പിലയാണ്. അപ്പോൾ ഒരു 4 കറിവേപ്പില ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 1 ടേബിൾ സ്പൂണിനടുത്ത് മല്ലിയില എടുത്തിട്ടുണ്ടാവും, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവൊന്നും ഒരുപാട് കൂടി പോണ്ട, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുകയാണ്. കൂടുതലായി കഴിഞ്ഞാൽ ദോശയുടെ ടേസ്റ്റ് അത്ര നന്നാവില്ല. പിന്നെ അതുപോലെ തന്നെ കളറും മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളി ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അതിൽ സവാളയും നാളികേരും അതുപോലെ തന്നെ ഈ കറിവേപ്പിലയും പച്ചമുളകൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. ആ രീതിയിൽ വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഇനി നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാൻ. ഇനി ഈ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു ബാറ്റർ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഈ ഒരു ബാറ്റർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോഴാണ് നമുക്ക് ഈ ദോശ നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കാനും പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് മൊരിച്ചെടുക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും മതിയാവും. ഇതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള കൺസിസ്റ്റൻസി. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ദോശയ്ക്ക് നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ബേക്കിംഗ് സോഡ നമ്മൾ ചേർക്കണം നിർബന്ധമൊന്നുമില്ല, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ മാവ് നമുക്ക് നല്ല സ്മൂത്തായിട്ട് പരത്തിയെടുക്കാൻ പറ്റില്ല. എന്നിട്ട് ഇതുപോലെ എത്രത്തോളം കനം കുറച്ച് പരത്താൻ പറ്റുമോ അത്രയും കനം കുറച്ചിട്ട് പരത്തിയെടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഇനി ഫ്ലെയിം കൂട്ടി വെച്ചാലാണ് ദോശ നന്നായിട്ട് മൊരിഞ്ഞു വരുള്ളൂ. അതിനുശേഷം നമുക്ക് ദോശയുടെ മേലെയും സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. എണ്ണയ്ക്ക് പകരം നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് സമയം കഴിയുമ്പോൾ ദോശ നന്നായിട്ട് മൊരിഞ്ഞിട്ട് സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ വിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ മറ്റേ ഭാഗവും കുറച്ചും കൂടി നന്നായിട്ട് ക്രിസ്പി ആയി കിട്ടും. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിലും കുറച്ച് എണ്ണയൊന്ന് ആക്കി കൊടുക്കാം. ഇനി ഇത് ഒരുപാട് സമയമൊന്നും ഈ ഭാഗം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 2 സൈഡും നല്ല ക്രിസ്പി ആയി കിട്ടിയാൽ നമുക്കത് പാനൊന്ന് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്രിസ്പി ആയിട്ടുള്ള അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ സവാളയും നാളികേരമൊക്കെ നമ്മൾ അങ്ങനെ തന്നെ ഗോതമ്പ് മാവിൽ ചേർത്ത് കൊടുത്തിട്ടും ദോശ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. പക്ഷേ ദോശ കഴിക്കുന്ന സമയത്ത് അതൊന്നും കടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. പിന്നെ നമ്മളത് കഴിക്കുമ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുക. അപ്പോൾ അങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ചമ്മന്തിയോ അല്ലെങ്കിൽ ചട്നിയൊന്നും ആവശ്യമില്ല, വെറുതെ തന്നെ കഴിക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഗോതമ്പ് ദോശയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് എന്തായാലും അഭിപ്രായം അറിയിക്കൂ.
പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മറക്കാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യണം. അപ്പോഴാണ് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്